നമുക്ക് കടുത്ത ചൂട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് താപനില അങ്ങനെ ഉയർന്നുയർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വേനൽ മഴ കുറേ കൂടി ശക്തി പ്രാപിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ താപനിലയിൽ ചെറിയ വ്യത്യാസമൊക്കെ ചില സമയങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നതുപോലെയുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ വേനൽ മഴ പൊതുവിൽ ശക്തി പ്രാപിക്കുന്നു. പൊതുവിൽ സംസ്ഥാനത്താകെ വേനൽ മഴ കിട്ടാനിടയുണ്ട് എന്ന് പറയുന്നു. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. മുന്നറിയിപ്പിനൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും വന്നിട്ടുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ഈ വേനൽ മഴ കാര്യമായി കിട്ടുന്നത് എന്നതുകൂടി തോന്നുന്നു. ഏതായാലും സുലേഖ വിശദാംശങ്ങൾ തരട്ടെ. സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. സുലേഖ, വേനൽ മഴ കേരളം ആകെ മഴയ്ക്ക് സാധ്യതയുണ്ടോ, അതോ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണോ ഇത്തരം മുന്നറിയിപ്പുകൾ വന്നിട്ടുള്ളത്? ഇടിമിന്നൽ ജാഗ്രതയും പറയുന്നുണ്ട് അല്ലേ? തീർച്ചയായും ശരത്ത്, കേരളത്തിലുടനീളം വേനൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ ഇന്ന് 3 ജില്ലയിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് ഈ 3 ജില്ലകളിലും നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ, ഇതാണ് ഈ യെല്ലോ അലേർട്ട് കൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയത്. ഇന്നലെ പത്തനംതിട്ട ജില്ലയിലും ഒപ്പം ഇടുക്കി ജില്ലയിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ 3 ജില്ലകളിലും തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകളിൽ മാത്രമാണ് ഇന്ന് യെല്ലോ അലേർട്ട് നിലവിൽ നിലനിൽക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ അലേർട്ടുകൾ മാറുന്നതനുസരിച്ച് ഇതിൽ മാറ്റമുണ്ടായേക്കാം. എന്നിരുന്നാലും നിലവിൽ ഇപ്പോൾ 3 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിനൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും ഒപ്പം കടലാക്രമണത്തിനും സാധ്യത കാലാവസ്ഥാ വകുപ്പും ഒപ്പം സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇവിടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ ലക്ഷദ്വീപ് തീരത്തും ഒപ്പം കേരള തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ളൊരു വിലക്ക് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വരും മണിക്കൂറുകളിൽ സാഹചര്യങ്ങൾ മാറിയേക്കാം എന്നുള്ളത് കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ 3 ജില്ലകൾക്കപ്പുറത്ത് ഇനി ഏതെങ്കിലും ജില്ലകളിൽ ഈ മഴ കൂടുന്ന സാഹചര്യത്തിൽ അലർട്ടുകളിൽ മാറ്റമുണ്ടാകുമോ എന്നത് വരും മണിക്കൂറുകളിൽ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തായാലും സംസ്ഥാനത്ത് സുലേഖ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നാട് മുഴുവൻ വല്ലാത്തൊരു ചൂടിൽ നിൽക്കുമ്പോൾ വേനൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് പറയുന്നത് ഒരു ആശ്വാസമാണ്. കേരളം ആകെ അത്തരമൊരു വേനൽ മഴയുടെ സാധ്യതയുണ്ട് എന്നത് ആശ്വാസ മഴയായി അത് പെയ്യട്ടെ. പക്ഷേ ഇടിമിന്നലിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്ന മുന്നറിയിപ്പുകൾ, ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതുകൂടിയുണ്ട്. ഈ കാലത്തെ ഒരു പ്രശ്നം അതുതന്നെയാണ്. ശരി സുലേഖ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സുലേഖ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളുമായി പറഞ്ഞത്.